അത് നടക്കണമെങ്കിൽ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ്? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ്, പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം. അത് വേറെ വിശ്വാസമാണ്. മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പം ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതും അതിന് ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം. പല ആൾക്കാരും കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ പൊട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന. അതെന്ന് വെച്ചാൽ അത് അവർക്ക് മിനിമം വിശ്വാസമുണ്ട്, ഒന്ന് ഫയർ ആക്കാനുള്ള വിശ്വാസമുണ്ട്, അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസമില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇപ്പം ഈശോ പറഞ്ഞ പോലെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താണ്, നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിശ്വാസം വളർത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത്. എന്താണ്? പ്രാർത്ഥിക്കണം, ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.